സൗത്ത് ആഫ്രിക്കയുമായിട്ട് T20 ഏകദിനം ഈ രണ്ട് സീരീസും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ടെസ്റ്റ് സീരീസാണ്. രോഹിത് കോഹ്ലി അടക്കം ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ടെസ്റ്റിലുണ്ട്. ഡിസംബർ 26-നാണ് ആദ്യ ടെസ്റ്റ്. ഉച്ചയ്ക്ക് 1:30-നാണ് മാച്ച് ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ സഞ്ജു സാംസണിനെ വലിയ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. സഞ്ജു ടെസ്റ്റിലേക്ക് വരികയാണ്. ഋതുരാജ് റൂളോട്ടായി. കോഹ്ലിയാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോയി. ഇഷാൻ കിഷൻ നേരത്തെ തന്നെ പുറത്തായി. ഇതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുതിയൊരു താരത്തെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിനെ ടെസ്റ്റിലേക്ക് എടുക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഋതുരാജ് പരിക്ക് പറ്റി പുറത്തായത് സഞ്ജുവിന് ലോട്ടറി ആയിരിക്കുകയാണ്. സഞ്ജു ടെസ്റ്റ് അരങ്ങേറ്റം നടത്താൻ പോവുകയാണ്. സഞ്ജുവിനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജു ലാസ്റ്റ് ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BCCI സഞ്ജുവിനെ ടെസ്റ്റിലേക്ക് ഇറക്കുകയാണ്. ഇനി ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ടീമിനെ നോക്കിയാൽ രോഹിത് ശർമ്മ ജയ്സ്വാൾ ആയിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. 1 ഡൗണിൽ ശുഭ്മാൻ ഗിൽ കളിക്കും. വിരാട് കോഹ്ലി കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കീപ്പറായിട്ട് രാഹുൽ ആയിരിക്കും കളിക്കുന്നത്. സിറാജ്, മുകേഷ് കുമാർ, ബുംറ തുടങ്ങിയ ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ മടങ്ങിയെത്തി. മൊത്തത്തിലൊരു അടിമുടി മാറ്റമാണ് സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ഈശാനും ഋതുരാജും ഇല്ലാത്തതുകൊണ്ട് സഞ്ജുവിന് ഒരു ചാൻസ് കിട്ടുമെന്നാണ് റിപ്പോർട്ട്. ഋതുരാജിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് സഞ്ജു ടെസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ഗില്ല്, വിരാട് കോഹ്ലി, ശ്രേയസ് രാഹുൽ, ജഡേജ, ഷർദുൽ താക്കൂർ, ബുംറ, സിറാജ്, മുകേഷ് കുമാർ. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ ടെസ്റ്റ് സീരീസ് നേടുമെന്നത് ഉറപ്പാണ്. സഞ്ജു ടെസ്റ്റിലുണ്ടെങ്കിൽ അത് മലയാളികൾക്ക് ആവേശമാണ്. സഞ്ജു മികച്ചൊരു കളിക്കാരനാണ്. സഞ്ജുവിന് അവസരം കിട്ടിയാൽ കത്തിക്കയറും. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ മാച്ച്. 1 ഡൗണിൽ ഇറക്കിയതും സഞ്ജു സെഞ്ചുറി അടിച്ചു. അപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.